വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. അപ്പോൾ ഞാൻ സംസാരിക്കണം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന വോയിസിൻ്റെ ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലേ. ഞാൻ ഓൺ വോയിസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ കാറിൽ നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടെ ആയിട്ട് നമ്മൾ പറയുന്നത് വ്യക്തമാകുന്നില്ല. ഞാൻ ശിവൻ പറയുന്നൊന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ വോയിസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളൊരു എങ്ങോട്ടാ പോകുന്നതെന്നായിരിക്കും, ഞങ്ങളെ ആമിയുടെ കാത് കുത്താൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ശിവാനിക്കൊക്കെ നമ്മൾ 28 ചടങ്ങ് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ കാത് കുത്തിയിട്ടുണ്ടായിരുന്നു. മോക്ക് കുറച്ച് വൈകി, ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് ഇപ്പോൾ കാത് കുത്താൻ സമയം കിട്ടിയത്. കുറേ മുമ്പ് പോകാമെന്നിങ്ങനെ കരുതി, പക്ഷേ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിൻ്റെ ഒരു മുഹൂർത്തം വന്നത്. ഏട്ടൻ ഭയങ്കര തിരക്കാണ്, വേഗം പോയിട്ട് വേഗം വരണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നേ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പാണ്ടിക്കാട് BTSലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ശിവ ചോദിച്ചു, അമ്മ സെക്കൻഡ് സ്റ്റെഡ് കുത്തി തരുമോയെന്ന് ചോദിച്ചു കേട്ടോ. പക്ഷേ അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, ഇപ്പോൾ തന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയതാണ് ഞാൻ. ഈ പ്രായത്തിലുള്ള കുട്ടികളും സെക്കൻഡ് സ്റ്റെഡ് അടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് താല്പര്യമില്ല. കുറച്ചുകൂടെ കഴിയായിട്ട് അവർ കുറച്ചും കൂടെ വലുതായിട്ട് മതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാണ്ടിക്കാട് ടൗൺ കഴിഞ്ഞു. നമ്മൾ വിളിച്ചു ചോദിച്ചിരുന്നു കേട്ടോ അവരുടെ അടുത്ത്, കാരണം ഞായറാഴ്ചയാണ് ഇപ്പോൾ ഈ പോണത്. അപ്പോൾ ഞായറാഴ്ച അവരവിടെ ഉണ്ടോ, ജ്വല്ലറി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത്. നേരെ നമ്മൾ BTSൽ എത്തിയിട്ടുണ്ട്. പാവം ഒന്നും അറിയാണ്ടിരിക്കുകയാണ്, ഒരു ഹാപ്പി മൂഡാണ്, പാവമാണ്. വേദനിപ്പിക്കാനുള്ള സങ്കടം ഉണ്ടെങ്കിലും പക്ഷെ ഇപ്പോൾ കാത് കുത്താതിരുന്നാൽ അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ അവർ ആ കുത്തുന്ന വേദന അവരറിയുമ്പോൾ പിന്നീട് എന്തെങ്കിലും കാത് കുത്താനോ ഇനിയിപ്പോൾ സെക്കൻഡ് സ്റ്റെഡൊക്കെ കുത്താനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സമ്മതിക്കില്ല. അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ഈ പ്രായത്തിലാകുമ്പോൾ അവർക്ക് ആ വേദന അത്ര അറിയില്ല, ഓർമ്മ ഉണ്ടാവില്ല ആ വേദനയുടെ ഇത് എത്രയാണെന്നുള്ളത്. കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടാണ് നമ്മൾ കാത് കുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ആ വേദന എപ്പോഴും മൈൻഡിലുണ്ടാവും. ഈ പ്രായത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞായറാഴ്ച അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഒരു കല്യാണ പാർട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കല്യാണത്തിൻ്റെ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നേരെ അവർ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നമ്മൾ കാത് കുത്താനെന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നു കേട്ടോ. നമ്മളങ്ങനെ ഡിലേ ഒന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല, വേഗം വന്ന് കാത് കുത്തി തന്നു. ആമി കാതിൽ തൊട്ടപ്പോഴേ കരയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇങ്ങനെ കാതിലൊക്കെ ഇങ്ങനെ ചെവിയിലിങ്ങനെ തൊടുമ്പോൾ ഒക്കെ അതൊരു ശല്യം പോലെയാണ് തോന്നിയിരുന്നത്. ഏട്ടനാണെങ്കിലോ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. മൂപ്പർക്ക് കാത് കുത്തണമൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മടിയിൽ തന്നെ വെച്ച്. അപ്പോൾ കാത് കുത്തും ചടങ്ങ് ഞങ്ങൾ പെട്ടെന്ന് തീർത്തു, പെട്ടെന്ന് ഇറങ്ങി. അത് മൂപ്പർക്ക് പോകാനുണ്ട്, ഞങ്ങളെ വീട്ടിൽ തിരിച്ചാക്കിയിട്ട് വേണം ബോസിൻ്റെ കൂടെ പോകാൻ. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഒരു ചെറിയ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ശിവയുടെ സ്കൂളിലേക്ക് ഇനി സ്വാതന്ത്ര്യദിനമാണല്ലോ വരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാണ്ടിക്കാട് ന്യൂ പുഞ്ചിരിയിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഇവിടെ വന്നെന്താണെന്ന് വെച്ചാൽ ശിവയ്ക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയില്ല. അമ്മ അത് അച്ഛ ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുവിധം ഞങ്ങളങ്ങനെ മൈൻഡ് കൊടുക്കില്ല. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ അവൾക്ക് വാങ്ങിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാനാണ് ഞാൻ കയറിയത്. പക്ഷെ അപ്പോൾ അവൾക്ക് ഒരു ക്ലിപ്പ് വാങ്ങി. ഞാൻ വാങ്ങിയതല്ല, അവൾ തന്നെ വാങ്ങിത്തരണം എന്ന് പറഞ്ഞതാട്ടോ. എന്നോടല്ല, അച്ഛനോട് പറഞ്ഞു അവൾ വാങ്ങിത്തരണം എന്നുള്ളത്. അത് വാങ്ങി. പിന്നെ അവൾക്ക് എവിടെ ചെന്നാലും പേന, അതിൻ്റെ ഒരു പ്രത്യേക ക്രേസാണ് അവൾക്ക്. അപ്പോൾ അതും വാങ്ങി. പിന്നെ ഞാനൊരു നെയിൽ പോളിഷ് വാങ്ങി. പിന്നെ ഇതൊരു മുടിയിലിടാൻ റബ്ബർ ബാൻഡില്ലേ, അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സുള്ളൊരു ബോക്സാണ്. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ അതുപയോഗിച്ച് മുടി പലതരത്തിൽ കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മോക്ക് അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് വാങ്ങിച്ചാട്ടോ. അപ്പോൾ ആ പർച്ചേസിങ്ങും പെട്ടെന്ന് ഞങ്ങൾ തീർത്തു, കാരണം ആമി ചെറുതായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം സെലക്ട് ചെയ്തിട്ട് വേഗം കാറിൽ പോയിരുന്നു കേട്ടോ. പിന്നെ അവരാണ് ബില്ല് ചെയ്തിട്ട് വന്നത്. ഇവളിങ്ങനെ ചിന്നിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവളവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗം കാറിലേക്ക് പോകുന്നതാണ്. ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് ശിവ പേനയൊക്കെ വാങ്ങിയിട്ട്. ഞാൻ നിൽക്കുമ്പോഴാണെങ്കിൽ സമ്മതിക്കില്ല, കാരണം ഇവിടെ ഇഷ്ടം പോലെ പേനയുണ്ട്. അത് ഈ പല കളറുള്ള ടൈപ്പ് പേനയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരുന്ന വഴി മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ വന്ന വണ്ടിയാണ്, ഫ്രഷ് മീനാണ്. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക്, പിന്നെ എവിടെയും നിന്നില്ല കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.